നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേവു എന്ന് പറഞ്ഞാൽ ആ ദേവു തന്നെയാണ് ഈ ദേവിക. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതെ അതെ. നിന്റെ കളിക്കൂട്ടുകാരെ തന്നെയാ ഈ പെണ്ണ് കാണാൻ വന്നത്. പിടിക്ക് പിടിക്ക് വേം പിടിക്ക്. പിടിക്ക് ചിരേച്ച, ചിരേച്ചി പിടിക്ക്. പിടിക്ക് പിടിക്ക് വേം പിടിക്ക്, ചിരേച്ചി പിടിക്ക്. മാലാഖെ എന്നിട്ട് ഓടിക്കല്ലേ. അയ്യോ, ഇതെന്താ ചെളിവിലുണ്ട മാലാഖിയ. നോക്കട്ടെ നോക്കട്ടെ ഞാൻ നിന്റെ മാലാഖ ഒന്ന് കാണട്ടെ. നോക്കട്ടെ സിദ്ധു, കാണട്ടെ. എന്നെ വീട്ടിൽ ഞാൻ നോക്കട്ടെ. സിദ്ധു മോനെ, സിദ്ധു കരയാതെ പോട്ട് മോനെ. എന്റെ മാലാഖ പോയി. ഞാൻ ഈ പേപ്പർ താഴെ വന്നപ്പോ ചെറിയച്ചനോട് പിടിക്കാൻ പറഞ്ഞല്ലേ. ചെറിയച്ചൻ കാരണം ഈ പേപ്പർ ഇങ്ങനെ ചെറിയച്ചൻ കാരണം ഈ പേപ്പർ ഇങ്ങനെ മോനെ അത് അവിടുന്ന് കാറ്റത്ത് പറന്ന് വന്ന് ചെളി വന്ന് വീണേന് എന്റെ നെഞ്ചത്തോട് കയറിക്കോ. എടാ മോനെ, ഇത് വേറെ ഒരു പടമല്ലേ, നമുക്ക് വേറെ വരയ്ക്കാലോ. നിങ്ങൾ ആരും ഇനി ഒന്നും പറയണ്ട. ഞാൻ തിന്നു. പൊക്കോ, എല്ലാരും പൊക്കോ. ഈ വെളിവില്ലാത്തവന് ദേവിക കിട്ടിയാലേ അവളുടെ വിധിയായിരിക്കും. കുറച്ച് അവളും കൂടെ അനുഭവിക്കട്ടെ. അല്ല, മാലാഖയുടെ രൂപം കിട്ടാൻ ഇനി എന്താ ചെയ്യാ? ആനന്ദേ, ആഹാ, നിങ്ങൾ വന്നോ? ശ്രീകലയുടെ അച്ഛൻ? അതെ, ഞാനാ വിളിച്ചത്. ഓ. എന്റെ മോൻ ആനന്ദ്. നമസ്കാരം. വരൂ, അകത്തേക്ക് ഇരിക്കാം. വരൂ. ഇരിക്കൂ. എവിടെയോ കണ്ട നല്ല പരിചയം. എനിക്കും അങ്ങനെ തോന്നുന്നു. ഓർത്തിട്ട് എനിക്കൊരു ഊഹവും കിട്ടുന്നില്ല. മേഘമലയിൽ അവിടെ ആയിരുന്നു 10-25 വർഷം മുന്നേ താമസിച്ചിരുന്നത്. അങ്ങനെ വരട്ടെ, ചുമ്മാതല്ല എവിടെയോ കൊണ്ട് നല്ല പരിചയം തോന്നിയത്. മേഘമലയില് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പുറകിലാണോ താമസിച്ചിരുന്നത്? അതെ. അവിടെ മിലിറ്ററിയിലുണ്ടായിരുന്ന രവീന്ദ്രൻ നായരുടെ മകന്റെ ഭാര്യയാണ്. സോമശേഖരന്റെ? അതെ. അപ്പൊ സോമശേഖരന്റെ മോനായത്. എന്നെ മനസ്സിലായില്ലേ?
ഇവൻ ഓർമ്മ കാണാൻ സാധ്യതയില്ല. വിമലയ്ക്കുണ്ടായിരിക്കും. നാരായണൻ നായർ, സോമന്റെ അച്ഛൻ രവീന്ദ്രൻ നായരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഞാൻ. നിങ്ങൾ താമസിച്ച വീടിന് 3 വീട് മാറിയായിരുന്നു ഞങ്ങളുടെ താമസം. അയ്യോ, നാരായണ മാമനായിരുന്നു ഇത്. ആളെ കണ്ട തീരെ മനസ്സിലാവുന്നില്ലല്ലോ. പ്രായം കുറെ ആയില്ലേ, അതിൻ്റെതായ മാറ്റങ്ങളുണ്ടാവും. അന്ന് സോമശേഖരൻ നായര് വിമലയെ വിവാഹം കഴിച്ച മേഘമലയിലേക്ക് കൊണ്ടുവരുമ്പോ എനിക്ക് ഏതാണ്ടൊരു 45-50 വയസ്സ് കാണും. അതെ, ഇപ്പൊ വയസ്സ് 80 മുടിയും താടിയൊക്കെ നരച്ചു. അതുകൊണ്ട് സ്വാഭാവികമായി തിരിച്ചറിയാൻ പ്രയാസം ഉണ്ടാവും. മോനിത് ആരാന്ന് മനസ്സിലായോ? മേഘമലയിൽ വെച്ച് മോന്റെ ഒപ്പം കളിക്കാൻ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ, ദേവു. ആ കുട്ടിയുടെ മുത്തശ്ശനാ. ദേവു എന്ന് പറഞ്ഞാൽ ആ ദേവു തന്നെയാണ് ഈ ദേവിക. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതെ അതെ, നിന്റെ കളിക്കൂട്ടുകാരെ തന്നെയാ നീ പെണ്ണ് കാണാൻ വന്നത്. ദേവികയും ഇവനും തമ്മിൽ നല്ല കൂട്ടായിരുന്നല്ലോ. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ദേവു, ഞാനിപ്പോ ദേവിയെ വിളിക്കാം. നീ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. ആ, ഞാനിവിടെ നിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ആരും എന്നെ ശ്രദ്ധിച്ചില്ല. അയ്യോ സോറി, ഞങ്ങൾ ഈ സംസാരത്തിൽ മുഴുകിപ്പോയതാ. ഓ, അത് സാരമില്ല. ഇത് ഇതെന്റെ മോള് സുലോചന. ഓ, സുലോചനെ ദേവി ഓടിക്കൊണ്ട് വരാൻ പറ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒത്തിരി ആയോ? ഏയ്, ഒരു 5-6 മാസമായി കാണും, അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് മാറിയത് കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെന്ന് കരുതി. അപ്പോ മേഘമലയിലുള്ള വീടും വസ്തുക്കളൊക്കെ അതൊക്കെ വിറ്റു. ഒരു കണക്കിന് അവിടത്തെക്കാളും ഇവിടെ താമസിക്കുന്നത് തന്നെയാ ഇന്നത്തെ കാലത്ത് നല്ലത്. ഇതാണ് ദേവിക, മോന്റെ ഒപ്പം കളിച്ചു നടന്ന ആ പീക്കിരി പെണ്ണ് ദേവു. മോളെ, നിന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്ന ആരാണെന്നറിയൂ? നിന്റെ പഴയ കളിക്കൂട്ടുകാരനാ, ആനന്ദൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.